ഞാൻ നിന്റെ സോസേജ് ഒക്കെ പ്രൊമോട്ട് ചെയ്തത് നീയും കണ്ടതല്ലേ? നിനക്കും അതുകൊണ്ട് ഗുണം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നീ സമ്മതിക്കുകയാണെങ്കിൽ ഈ ഒരു സോസേജിന്റെ ബാക്കിയുള്ള പ്രൊമോഷൻ കൂടി ഞാൻ ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്നൊക്കെയാണ് ഏനയും ചിഹാനോട് പറയുന്നത്. ഈഹോ ഇപ്പോൾ ജുവെ ഇങ്ങനെ കോൾ ചെയ്യുകയാണ്. നിന്റെ ബോസിന് ഉണഹനെ ഇഷ്ടമാണെന്നൊക്കെ ആയിരുന്നല്ലോ നീ പറഞ്ഞത്. ഇപ്പോഴാകട്ടെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാനായിട്ടൊക്കെ പ്ലാനും ചെയ്തിട്ടുണ്ടല്ലേ? എന്തായാലും നമുക്ക് നേരിട്ട് കണ്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്നൊക്കെ മീഹോയും പറയുന്നു. ഓൺഹയും ടീമുമാകട്ടെ ജിഹോൻ വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ജിഹോനും അവരെ മൈൻഡ് ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്കും നിനക്കും ഓൺഹയുടെ അടുത്ത് ഒന്നും തന്നെ പറയുവാനായിട്ടില്ല എന്നൊക്കെ അവരും ചോദിക്കുന്നു. അവർ ശരിക്കും ജിഹോന്റെ പ്രണയമൊക്കെ തുറന്നു പറയുവാനായിട്ടുള്ള ഒരു അവസരമൊക്കെ ആയിരുന്നു അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനാകട്ടെ നീ ആരെ വേണമെങ്കിലും ഡേറ്റ് ചെയ്തോ, അതൊന്നും തന്നെ എനിക്കൊരു പ്രശ്നവുമല്ല. പക്ഷെ എന്റെ കമ്പനിയിലെ എംപ്ലോയീസിനെ നീ ഒരിക്കലും വർക്ക് ടൈമിൽ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ ജിഹോനും പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ഉണഹയ്ക്കും ശരിക്കും ദേഷ്യം വരികയാണ്. അവനാകട്ടെ എന്നെ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ലഞ്ച് ബ്രേക്കിന്റെ സമയത്തൊക്കെ ആയിരുന്നു. പിന്നെ നിന്റെ പ്രൊഡക്റ്റ് ഒക്കെ വിറ്റുപോയിട്ടുണ്ടായിരുന്നത് ഏന കാരണമല്ലേ? ഏനയുമായിട്ട് ഡേറ്റിനൊക്കെ പോകുവാനായിട്ട് നിനക്ക് സമയമൊക്കെ ഉണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉൺഹയും ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ പോലും ഇപ്പോൾ മൊത്തത്തിൽ അടി കൊടുക്കുകയാണ്. തർക്കിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും ഉൺഹ രാത്രിയിൽ പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നും അതൊക്കെ വലിയ ശല്യമായിട്ട് തോന്നിയെന്നും പോലും ഇപ്പോൾ ജീവനും പറയുകയാണ്. ഹ്യുനുവും 10 വർഷം മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പെൺകുട്ടീനെ വീണ്ടും കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. ആ പെൺകുട്ടിയും അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ്. അവൾ പണ്ട് തൊട്ടേ സെലമൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഇടയ്ക്കാകട്ടെ പണത്തിന്റെ ബുദ്ധിമുട്ട് കാരണം പഠിത്തമൊക്കെ നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിഹ്വാൻ ആയിരുന്നു പണമൊക്കെ നൽകിയിട്ട് വീണ്ടും അവളെ പഠിക്കുവാനൊക്കെ വിട്ടത്. ജിഹ്വാന് വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരുന്നതായിരുന്നെങ്കിൽ പോലും മുത്തശ്ശിയുടെ അടക്കിനൊക്കെ അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നാകട്ടെ ആന്റി അവനെ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ അവന്റെ മേത്തേക്കും വലിച്ചു പോലും എറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആ കുട്ടിയും പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ മുത്തശ്ശി മരിക്കാനുള്ള കാരണം ജിഹ്വാൻ ആയതുകൊണ്ടാണോ അവനും നിനക്ക് പണമൊക്കെ നൽകിയതെന്നൊക്കെ ഹ്യുനുവ് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു സംഭവമൊക്കെ നടക്കുന്നതിന് മുമ്പ് ഞാനും അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവനാകട്ടെ ഹാളിലേക്കൊക്കെ ഒരു ആയുധവും ഇല്ലാതെയൊക്കെ ആയിരുന്നു കടന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവന്റെ പിന്നാലെ അവനെ ഉപദ്രവിക്കുവാനായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ കുറെ അധികം ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നതും. അവരാണ് എന്റെ മുത്തശ്ശിനെ ഉപദ്രവിച്ചതും. തന്നെ ഉപദ്രവിക്കാനായിട്ട് കുറെ അധികം ആൾക്കാർ വരുമെന്നൊക്കെ അവൻ നേരത്തെ അറിയിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ആയുധമൊന്നും ഇല്ലാതെ ഹാളിലേക്ക് പ്രവേശിക്കുകയില്ലായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നത് കേട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് തനിക്കും തെറ്റുപറ്റിയതാണെന്നുള്ള കാര്യമൊക്കെ ഹ്യുനുവും തിരിച്ചറിയുന്നത്. അങ്ങനെ ഇരിക്കെ ഹ്യുനുവോ ഉൺഹനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നടന്നതെന്നൊക്കെ തന്നോട് പറഞ്ഞു. താൻ കേട്ടോളാം എന്നൊക്കെ ഉൺഹയും അവനോട് പറയുകയാണ്. എനിക്കൊരാളെ നന്നായി തന്നെ അറിയാമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞ ആളെ അല്ലായിരുന്നു യഥാർത്ഥത്തിലുള്ള ആളെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയതെന്നൊക്കെ ഹ്യുനുവോ പറയുമ്പോഴത്തേക്കും ഞാൻ മോശമെന്നൊക്കെ ഒരാളെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾക്കാകട്ടെ നല്ലൊരു വശം കൂടി ഉണ്ടായിരുന്നു. അതേസമയം ഞാൻ നല്ലതെന്ന് വിചാരിച്ച ആൾക്ക് ഒരു മോശം വശവും ഉണ്ടായിരുന്നു. ആൾക്കാർ എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന് വിചാരിച്ച് അത്രയ്ക്ക് പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളും അവനെ സമാധാനിപ്പിക്കുന്നു. ഇത്രയും നാളും കാറ്റ് ഗാങ്ങിന്റെ ഹെഡൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് യാങ് ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴാകട്ടെ റിയൽ ആയിട്ടുള്ള ബോസ് ഒക്കെ തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ യാങ്ങിനെ ഒരു സെർവന്റ് ആയിട്ടൊക്കെയാണ് അയാളും കാണുന്നത്. രവാന്റെ കേസിൽ തന്നെ പോലീസ് ഇവരുടെ കുറെ അധികം ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടല്ലോ. സോ അതെല്ലാം തന്നെ ഇവന്റെ കുറ്റമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുറ്റം പറയുക ആയിരുന്നു ബോസും. മാത്രല്ല ഈ ഒരു കാറ്റിനെ ഒന്നും തന്നെ ബോസിന് ഇഷ്ടപ്പെടുന്നേയില്ല. സോ അതിനെ എത്രയും വേഗം അവിടെ നിന്ന് മാറ്റുവാനായിട്ട് പോലും ബോസ് പറയുന്നു. ഓൺഹയ്ക്ക് മാറി താമസിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ വീടൊക്കെ അന്വേഷിക്കുക ആയിരുന്നു ജിഹ്വാനും. ഓരോ വീടിനും അവൻ ഓരോരോ കുറ്റമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു വീട് കാണിക്കുമ്പോഴാകട്ടെ ബസ് സ്റ്റോപ്പിൽ നിന്നും ആ ഒരു വീട്ടിലേക്കൊക്കെ എത്തുവാനായിട്ട് 100 മീറ്റർ ദൂരമുണ്ട്. അവൾക്കും 20 സെക്കൻഡ് ഒക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വീട്ടിലെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. മറ്റൊരു വീടൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അവളുടെ വീടുള്ളത് 2ാം നിലയിലാണ്. 2ാം നില എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ജനലൊക്കെ വളരെ താഴ്ന്നാണ് ഇരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും വീട്ടിലേക്കൊക്കെ കടന്നു കയറുവാനായിട്ട് സാധിക്കും. ഒരു കാറിന്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ജനലിലെത്താം. സോ ഈ ഒരു വീട് ഒന്നും തന്നെ പറ്റുകയില്ല എന്ന രീതിക്കാണ് അവൻ സംസാരിക്കുന്നത്. നിനക്ക് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് താല്പര്യമില്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ജോഗൻ ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നുമല്ല കാരണം. ഈ ഒരു ലോകമാകട്ടെ ഒട്ടും തന്നെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ടാണ് താനും ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ജിഹ്വാനും പറയുന്നു. ജിഹ്വാൻ നോക്കിയിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ വലിയ വലിയ വീടുകളായിരുന്നു. പക്ഷെ ഉൺഹയാകട്ടെ വളരെ ചെറിയ വീടുകളൊക്കെയാണ് നോക്കിക്കൊണ്ട് നടക്കുന്നത്. ബ്രോക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീട്ടിലേക്കൊക്കെ അവനും എത്തുകയാണ്. അവനാകട്ടെ ആ ഒരു വീടൊക്കെ ഫിക്സ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഉൺഹ ഒരു വീട്ടിലൊക്കെ എത്തുന്നുണ്ട്. ഈ ഒരു വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും വാടകയൊക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ പോലും ഡിപ്പോസിറ്റ് കൂട്ടുകയാണെങ്കിൽ വാടക കുറയ്ക്കാമെന്ന് ബ്രോക്കറും അറിയിക്കുന്നു. സോ അവളും അങ്ങനെ വീട്ടിൽ നിന്നും നേരെ താഴേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കുമാണ് നേരത്തെ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന 3 കുട്ടികളെ അവിടെ വെച്ച് അവളും കാണുന്നത്.
നേരത്തെ ആകട്ടെ ബാക്കി ടീമിലെ ആൾക്കാരൊക്കെ കണ്ടതുകൊണ്ടായിരുന്നു കുട്ടികളും പേടിച്ചോടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണയാകട്ടെ അവൾ ഒറ്റയ്ക്കാണ് ഉള്ളത്. ജിഹോനും ടീമും ആകട്ടെ ഉൺഹയ്ക്ക് താമസിക്കാനായിട്ടുള്ള വീടിന്റെ കോൺട്രാക്റ്റും മറ്റുമൊക്കെ എഴുതുകയാണ്. ഈ ഒരു സമയത്ത് ജിഹോനും ഉൺഹനെ കോളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കാതെയൊക്കെ ആകുന്നു. യഥാർത്ഥത്തിൽ ഉൺഹനെ ആ കുട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് ഓടിക്കുകയൊക്കെ ആയിരുന്നു. അവളും ധൃതിയിൽ ഫോൺ എടുക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഫോൺ കയ്യിൽ നിന്നും താഴേക്കൊക്കെ വീഴുന്നു. അവളും ധൃതിയിൽ ബാഗൊക്കെ എടുത്തൊന്ന് വീശി കഴിയുമ്പോഴത്തേക്കും ആ ബാഗ് കൂട്ടത്തിലെ പെൺകുട്ടിയുടെ മൂക്കിനിട്ടൊക്കെ കൊണ്ടിട്ട് ബ്ലഡ് ഒക്കെ വരികയാണ്. എന്നിട്ടും ജീവനം കൊണ്ട് ഉൺഹ വീണ്ടും ഓടുന്നു. പോലീസ് സ്റ്റേഷൻ വരെ ഈ ഒരു കേസൊക്കെ എത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടിയാകട്ടെ തനിക്ക് ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നതാണെന്നും ഈ ഒരു സ്ത്രീ തന്നെ മനഃപൂർവ്വമായിട്ട് ടാർഗറ്റ് ചെയ്തതാണെന്നുള്ള രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. ജിഹാനും ഇപ്പോൾ ഉൺഹയുടെ ഫോണൊക്കെ ഉള്ള ലൊക്കേഷനൊക്കെ കണ്ടെത്തിയിട്ട് ആ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തിക്കുകയാണ്. ഒരു സ്ത്രീ ആയിരുന്നു ഉൺഹയുടെ ഫോണൊക്കെ എടുത്തു പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവളും ആ ഒരു ഫോണൊക്കെ നേരെ ജിഹാനെ ഏൽപ്പിച്ചിട്ട് അവളുള്ളത് പോലീസ് സ്റ്റേഷനിലാണെന്നൊക്കെ അറിയിക്കുന്നു. ഓൺഹേം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുട്ടികളാകട്ടെ അവൾ ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കിയതാണെന്നുള്ള രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും അവിടെ ഹിനുവും എത്തിയിട്ടുണ്ടായിരുന്നു. ഹിനുവിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും പോലീസുകാരും വളരെ മാന്യമായിട്ടാണ് അവളുടെ അടുത്തും പെരുമാറുന്നത്. എന്തായാലും നമ്മുടെ ജിഹോൻ ഓടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ഹ്യുൻവുവും ഓൺഹയും ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്നതൊക്കെയാണ് അവനും കാണുന്നത്. സോ അവനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ പിന്നിലൊക്കെ ഒളിച്ചിരിക്കുന്നു. ഓൺഹയ്ക്കും ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹ്യുനുവിന്റെ അടുത്ത് അറിയിക്കുമ്പോൾ തന്നെ അവനും ഫോണിലൊക്കെ കോൾ ചെയ്ത് നോക്കുന്നു. പക്ഷെ ഫോണാകട്ടെ തൊട്ടടുത്ത് നിന്നും ബെല്ലടിക്കുന്നതൊക്കെ ആയിരുന്നു അവരും കേട്ടിട്ടുണ്ടായിരുന്നത്. സോ ഫോണൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓൺഹ നടന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും കാറിന്റെ താഴെയായിട്ട് ഫോൺ വെച്ചതിന് ശേഷം ജേഹോനും ഒളിച്ചൊക്കെ ഇരിക്കുന്നു. എന്തായാലും അവളെ തിരിച്ച് വീട്ടിലൊക്കെ കൊണ്ടുപോയി വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യുനുവ് ഇരിക്കുമ്പോഴത്തേക്കും ഹ്യുനുവിനോട് പറയാത്ത ആ ഒരു സത്യം കൂടി അവളും പറയുകയാണ്. അവൾക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ട സമയത്ത് എവിടേക്ക് പോകണമെന്നൊന്നും തന്നെ അവൾക്ക് അറിയുകയില്ലായിരുന്നു. സോ പണ്ട് ഹ്യുനുവ് താമസിച്ച വീട്ടിലേക്കൊക്കെയാണ് അവൾ അങ്ങനെ പോയത്. പക്ഷെ അവിടെ ആകട്ടെ ജിഹോനായിരുന്നു താമസിച്ചിരുന്നത്. അവനും എന്നെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കൂടി ആ ഒരു വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചു. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ഞാനും അവന്റെ കൂടെയാണ് താമസിക്കുന്നതെന്നൊക്കെ അവളും അറിയിക്കുന്നു. ഇപ്പോൾ ജൂയങ്ങിനെ മീഹോ നേരിട്ട് കാണുകയാണ്. ഈ ഒരു സമയത്താകട്ടെ നീയും എന്റെ ഒപ്പം സ്പെൻഡ് ചെയ്തത് ഒരു മിസ്റ്റേക്ക് ആണെന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കതൊരിക്കലും ഒരു മിസ്റ്റേക്ക് ആയിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നീ എന്നാണ് എന്റെ അടുത്ത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ മുതൽ എനിക്കും നിന്റെ അടുത്തുള്ള ഇഷ്ടമൊക്കെ പോയി. രണ്ടുപേരും ചേർന്നിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നൊക്കെ പറയുന്ന ഒരാളെ എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മീഹോയും ഇരിക്കുന്നു. ഉൺഹ വരുമ്പോഴത്തേക്കും വീടിന്റെ എഗ്രിമെന്റ് ഒക്കെ കൊടുക്കുവാനായിട്ട് ജിഹോനും കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവൾ എത്തി കഴിയുമ്പോഴാകട്ടെ അതൊന്നും അവൾക്ക് കൊടുക്കുവാൻ സാധിക്കാതെ അവനും നിൽക്കുന്നു. അതായത് എഗ്രിമെന്റ് ഒക്കെ അവൾക്ക് കൊടുത്തിട്ട് അവൾ ആ വീടൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ അവളും അവിടെ നിന്ന് മാറി താമസിക്കുമല്ലോ. അതുകൊണ്ടാണ് അവനും കൊടുക്കാനായിട്ട് മടിച്ചിരിക്കുന്നത്. ഓണഹയും ഫോണൊക്കെ എടുത്ത് നോക്കുന്ന സമയത്താകട്ടെ അവന്റെ ഒരുപാട് കോൾസ് ഒക്കെ അവളും കാണുകയാണ്. പിന്നീട് അവളും നേരെ ചെന്നിട്ട് അവനോട് സംസാരിക്കാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെയും വിളിക്കുന്നു. നീയല്ലേ ശരിക്കും പോലീസ് സ്റ്റേഷന്റെ അവിടെ ഫോണൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് എന്നെ കാണുന്നത് വരെ നീ വെയിറ്റ് ചെയ്യാതിരുന്നത്? എന്നെ കോൾ ചെയ്തിട്ട് ഞാൻ ഫോൺ എടുക്കാതെ വന്നപ്പോഴത്തേക്കും നീ എന്നെ 20 തവണയൊക്കെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഇതൊന്നും തന്നെ നീ എന്തുകൊണ്ടാണ് പ്രകടിപ്പിക്കാതിരുന്നത്? നിനക്ക് ശരിക്കും എന്താണ് പ്രശ്നമെന്നൊക്കെ ഉൺഹയും അവനോട് ചോദിക്കുമ്പോഴത്തേക്കും അവനാകട്ടെ താൻ ഇങ്ങനെ തന്നെയാണ് എന്ന രീതിക്കൊക്കെ സംസാരിക്കുകയാണ്. ഞാൻ ഈ വീട്ടിൽ താമസിച്ചതും നിന്റെ ഒപ്പം ഞാൻ ടൈം സ്പെൻഡ് ചെയ്തതും നിനക്കൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് അത് രണ്ടും തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളും നേരെ പോയിട്ട് നേരത്തെ ടൈം ക്യാപ്സ്യൂളൊക്കെ കുഴിച്ചു വെച്ച ആ ഒരു മരത്തിന്റെ ചുവട്ടിലൊക്കെ പോയി നിൽക്കുകയാണ്. അവളും പുതിയതായിട്ട് താമസിക്കാൻ പോകുന്ന വീടിന്റെ കോൺട്രാക്ട് ഒക്കെ എഴുതുവാനായിട്ട് ബ്രോക്കറുടെ അടുത്തും ചെല്ലുന്നു. ജീഹോനും ഇപ്പോൾ വീടിന് ചുറ്റും നടന്ന് നോക്കുമ്പോഴെല്ലാം തന്നെ ഓൺഹയുടെ ഓർമ്മകളായിരുന്നു അവനും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഓൺഹയും കോൺട്രാക്ട് ഒക്കെ എഴുതി സൈൻ ചെയ്ത് പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഓൺഹയ്ക്ക് ഹ്യുൻവിന്റെ ഒരു കോളൊക്കെ വരികയാണ്. ഇനി നമ്മുടെ ജെയ്സോ ആകട്ടെ രഹസ്യമായിട്ട് ഒരു പൂച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് എത്തിയതായിരുന്നു. അപ്പോഴാണ് ഇതുപോലെ ഓൺഹയും ഹ്യുൻവും കൂടി ഒന്നിച്ചിരിക്കുന്നതൊക്കെ അവനും കാണുന്നത്. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് മേടിച്ച വീടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത്രയും കാലമാകട്ടെ ഞാനും ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു താമസിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ജിഹോന്റെ വീട്ടിലൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരുമായിട്ട് ഞാൻ ഒരുപാട് കമ്പനിയുമായി. പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് പോകുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും എനിക്കും അങ്ങനെ പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു എന്നൊക്കെ അവളും പറയുന്നു. ഓൺഹയും കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യുവാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യം ജിഹോനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ ജിഹോനും നേരെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്ന സമയത്ത് അവിടെ വെച്ച് ജെയ്സോനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും എവിടെയാണ് ഉൺഹ ഉള്ളതെന്നൊക്കെ ജെയ്സോയും അവന് പറഞ്ഞൊക്കെ കൊടുക്കുന്നു. ജിഹ്വാനും ഈ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തിയതിനു ശേഷം ഉൺഹനെ ഒരുപാട് തവണ കോളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അവളും കോളൊക്കെ കട്ടാക്കിയൊക്കെ വിടുന്നു. പക്ഷെ പിന്നീടാകട്ടെ ഏറ്റവും ഒടുവിൽ അവൾ കോളൊക്കെ എടുക്കുന്ന സമയത്താകട്ടെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ ഹ്യുനുവും അവളുടെ അടുത്തൊക്കെ പറയുകയാണ്.
അവൻ അങ്ങനെ പറഞ്ഞതെല്ലാം തന്നെ ജീഹ്വാനും കോൾ വഴി കേൾക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.